ആകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങളും അദൃശ്യമായി കറങ്ങുന്ന ഗ്രഹങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാറുണ്ട്. പുതിയൊരു മാസം പിറക്കുമ്പോൾ പലരുടെയും നെഞ്ചിടിപ്പ് കൂടുന്നത് അതുകൊണ്ടാണ്. ഇതാ ജൂലൈ മാസത്തിന്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഈ 31 ദിവസങ്ങൾ 27 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വലിയൊരു കൊടുങ്കാറ്റോ അതോ വസന്തമോ കൊണ്ടുവരിക എന്ന് പ്രവചിക്കാൻ കഴിയില്ല. ചിലർക്ക് ഇത് കോടീശ്വരനാകാനുള്ള ഭാഗ്യകാലമായിരിക്കുമ്പോൾ മറ്റു ചിലർക്ക് കാൽ ചുവട്ടിലെ മണ്ണ് ചോർന്നു പോകുന്ന പരീക്ഷണങ്ങളുടെ സമയമായിരിക്കും. എന്നാൽ ഒരു കാര്യമുണ്ട്, വരാനിരിക്കുന്ന വിപത്തിനെ മുൻകൂട്ടി കണ്ട് ശരിയായ പ്രതിവിധികൾ ചെയ്താൽ ഏതു വലിയ ദോഷത്തെയും നമുക്ക് കാറ്റിൽ പറത്താം. ഈ മാറ്റങ്ങളുടെ തുടക്കം കുറിക്കുന്നത് അശ്വതി നക്ഷത്രക്കാരാണ്. കരിയറിലും പണമിടപാടുകളിലും അശ്വതിക്കാർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. തൊട്ടതെല്ലാം പൊന്നാക്കാൻ പോകുന്ന ഈ സുവർണാവസരത്തിൽ പക്ഷേ അമിതാത്മവിശ്വാസം വില്ലനായേക്കാം. കയ്യിൽ വന്നു ചേരുന്ന ഭാഗ്യത്തെ പൂർണ്ണമായി നിലനിർത്താൻ ദിവസവും രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യഭഗവാനെ വണങ്ങുന്നത് ശീലമാക്കുക. ഒപ്പം അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് ചോരച്ചുവപ്പുള്ള പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നത് വഴിപാടുകളിലെ ഏറ്റവും മികച്ച ഫലം നൽകും. അശ്വതി നക്ഷത്രക്കാർ ഭാഗ്യത്തിന്റെ കൊടുമുടിയിലേക്ക് കയറുമ്പോൾ തൊട്ടടുത്ത നക്ഷത്രമായ ഭരണിക്കാരുടെ അവസ്ഥ അത്ര സുഖകരമായിരിക്കില്ല. ഈ 31 ദിവസങ്ങൾ ഭരണിക്കാർക്ക് ഒരു അഗ്നിപരീക്ഷയുടെ സമയമാണ്. വിചാരിക്കാത്ത ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങളും വലിയ മാനസിക വിഷമങ്ങളും നിങ്ങളെ തേടി വന്നേക്കാം. പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യത്തിൽ വലിയ ജാഗ്രത വേണം. ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിൽക്കാനോ പണം കടം കൊടുക്കാനോ ഈ മാസം തുനിയരുത്. ഈ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ഭദ്രകാളി അമ്മയുടെ സന്നിധിയാണ് നിങ്ങൾക്ക് അഭയം. ചൊവ്വാഴ്ചകളിൽ ക്ഷേത്രത്തിൽ ചെന്ന് ചോരച്ചുവപ്പുള്ള പൂക്കൾ കൊണ്ട് രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വീട്ടിലിരുന്ന് ലളിതാ സഹസ്രനാമം ഭക്തിയോടെ ജപിക്കുന്നതും മനസ്സിന് ശാന്തി നൽകുകയും വരാനിരിക്കുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇനി കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യമെടുത്താൽ ഇവർക്കിതൊരു സമ്മിശ്ര കാലഘട്ടമാണ്. മാസത്തിന്റെ ആദ്യത്തെ 2 ആഴ്ച കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കില്ലെങ്കിലും പകുതി കഴിയുന്നതോടെ ഭാഗ്യം നിങ്ങളുടെ വഴിക്ക് വരും. ജോലിയിൽ വലിയൊരു സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾ അനുകൂലമാക്കാൻ ശിവക്ഷേത്രത്തിൽ ചെന്ന് ധാരയും പിൻവിളക്കും വഴിപാടായി നൽകുക. ദിവസവും ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ ഉത്കണ്ഠകൾ അകറ്റാൻ സഹായിക്കും. മറുവശത്ത് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയൊരു സുവർണകാലത്തിന്റെ തുടക്കമാണ്. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം ഈ മാസം പെട്ടെന്ന് സാധിച്ചെടുക്കാൻ കഴിയും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തിരിച്ചെത്തും. പുതിയൊരു വാഹനമോ സ്വന്തമായി ഭൂമിയോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള കൃത്യമായ വഴി ഈ 31 ദിവസത്തിനുള്ളിൽ തെളിഞ്ഞുവരും. ഈ ഭാഗ്യത്തെ പൂർണ്ണമായി സ്വന്തമാക്കാൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് വെണ്ണയും കദളിപ്പഴവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഈ ഐശ്വര്യം ദീർഘകാലം നിലനിർത്താൻ സഹായിക്കും. രോഹിണി നക്ഷത്രക്കാർ ഭാഗ്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മകയിരം നക്ഷത്രക്കാർ ഈ മാസം തങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ചെറിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ പോലും അവഗണിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ചേക്കാം. ഭക്ഷണകാര്യങ്ങളിലും ദൂരയാത്രകളിലും വലിയ നിയന്ത്രണം ആവശ്യമാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഈ പ്രതികൂല സമയത്തെ മറികടക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ചെന്ന് നീരാജനം കത്തിച്ചു തൊഴുന്നത് വളരെ നല്ലതാണ്. ഒപ്പം ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ഉള്ളിലെ ഭയത്തെയും തടസ്സങ്ങളെയും പൂർണ്ണമായി അകറ്റി നിർത്തും. എന്നാൽ തിരുവാതിര നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വലിയൊരു ഭാഗ്യത്തിന്റെ വാതിലുകളാണ്. വിദേശയാത്രയ്ക്കോ വിദേശത്ത് ജോലി ലഭിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും ഈ മാസം നീങ്ങിക്കിട്ടും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിചാരിക്കാത്ത അത്ര വലിയ ലാഭം കൊയ്യാൻ പറ്റിയ സമയമാണിത്. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുകയും അവരിൽ നിന്ന് അപ്രതീക്ഷിത സഹായങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ അനുകൂല സാഹചര്യം ഒട്ടും ചോർന്നുപോകാതെ നിലനിർത്താൻ രാഹുദോഷ പരിഹാരമായി സർപ്പക്ഷേത്രങ്ങളിൽ വിളക്കും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അടുത്തതായി പുണർദം നക്ഷത്രക്കാരുടെ സമയമാണ്. സാമ്പത്തികമായി ഇവർക്ക് വളരെ മികച്ചൊരു മാസമായിരിക്കും ഇത്. പല വഴികളിൽ നിന്നും അപ്രതീക്ഷിതമായി പണം കയ്യിൽ വന്നു ചേരും. എന്നാൽ സാമ്പത്തിക ലാഭത്തിനിടയിലും കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ആശങ്കകൾ നിങ്ങളെ അലട്ടിയേക്കാം. ഈ ഭാഗ്യം നിലനിർത്താനും വരാനിരിക്കുന്ന പ്രതിസന്ധികൾ ഒഴിവാക്കാനും വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസം വഴിപാടായി കഴിക്കുന്നത് നന്നായിരിക്കും. ഒപ്പം ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും നേരിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പുണർദം നക്ഷത്രക്കാർ സാമ്പത്തിക നേട്ടങ്ങളിൽ തിളങ്ങുമ്പോൾ
പൂയം നക്ഷത്രക്കാർക്ക് ഈ 31 ദിവസങ്ങൾ കടുത്ത പരീക്ഷണങ്ങളുടേതാണ്. എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും അതിനൊത്ത ഫലം ലഭിക്കാതെ വരുന്നത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തിയേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി ചെറിയ പിണക്കങ്ങളും തർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കഠിനമായ സമയത്തെ ധീരമായി നേരിടാൻ ശനിദോഷ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ശനിയാഴ്ചകളിൽ ശനി ഭഗവാന്റെ നടയിൽ എള്ളുതിരി കത്തിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ചെന്ന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. ഇനി ആയില്യം നക്ഷത്രക്കാരുടെ കാര്യമെടുത്താൽ ഇവർക്ക് ഗുണവും ദോഷവും കലർന്നൊരു സമ്മിശ്ര മാസമാണ് വരാൻ പോകുന്നത്. സ്വന്തം ബുദ്ധിപൂർവമായ തീരുമാനങ്ങളിലൂടെ മാത്രമേ പല വലിയ വിപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് നിശബ്ദമായ നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ രഹസ്യങ്ങൾ ഈ മാസം ആരോടും പങ്കുവയ്ക്കരുത്. ഈ ദോഷങ്ങളെ പ്രതിരോധിക്കാൻ സർപ്പദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കുന്നതും നാഗരാജസ്തോത്രം ഭക്തിയോടെ ജപിക്കുന്നതും വലിയ ഗുണം ചെയ്യും. അതേസമയം മകം നക്ഷത്രക്കാരെ തേടിവരുന്നത് വലിയ ഭാഗ്യാനുഭവങ്ങളാണ്. സമൂഹത്തിൽ വലിയ പദവിയും ആദരവും നിങ്ങളെ തേടിവരും. പുതിയ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. ദീർഘകാലമായി തുടരുന്ന പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ പരിഹാരം ഈ മാസം ഉണ്ടാകും. ഈ വലിയ ഭാഗ്യത്തെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ പൂർവികരെ സ്മരിക്കുകയും പിതൃതർപ്പണം പോലുള്ള കർമ്മങ്ങൾ യഥാവിധി ചെയ്യുകയും വേണം. ഒപ്പം ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മുന്നിലുള്ള തടസ്സങ്ങളെ പൂർണ്ണമായി മാറ്റും. മകം നക്ഷത്രക്കാർ വലിയ അംഗീകാരങ്ങൾ നേടി മുന്നേറുമ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികമായി ചില കടുത്ത പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അനാവശ്യമായ ചെലവുകൾക്ക് കൃത്യമായ തടയിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള കടബാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കാനും നല്ല ആശയവിനിമയം നിലനിർത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദോഷാവസ്ഥയിൽ നിന്ന് കരകയറാൻ മഹാലക്ഷ്മി പൂജ നടത്തുന്നത് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരും. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും അമ്മമാർക്കോ പ്രായമായ സ്ത്രീകൾക്കോ വസ്ത്രങ്ങളോ മധുരമോ ദാനം ചെയ്യുന്നതോ ദോഷശമനത്തിന് കാരണമാകും. എന്നാൽ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ മാസം മികച്ച വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന സുവർണ സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രശംസകൾ തേടിവരും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ഉയർന്ന വിജയം നേടാൻ കഴിയും. ഈ അനുകൂല സമയം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ദിവസവും രാവിലെ സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നത് നന്നായിരിക്കും. ഞായറാഴ്ചകളിൽ ആദിത്യഹൃദയ സ്തോത്രം ചൊല്ലുന്നതും ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതും ജീവിതത്തിൽ വലിയ മംഗളം വരുത്തും. അടുത്തതായി അത്തം നക്ഷത്രക്കാരുടെ സമയമാണ്. ഇവർക്ക് ഈ മാസം സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു അന്തരീക്ഷം അനുഭവിക്കാൻ സാധിക്കും. കുടുംബത്തിൽ ഏറെ നാളായി ആഗ്രഹിച്ച മംഗളകർമ്മങ്ങൾ നടക്കാൻ വലിയ സാധ്യതയുണ്ട്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ മികച്ച അവസരങ്ങൾ ലഭിക്കും. ഈ ഭാഗ്യകാലം ഒട്ടും ചോർന്നു പോകാതെ നിലനിർത്താൻ ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും ലളിതാ സഹസ്രനാമം ശ്രവിക്കുന്നതും വളരെ നല്ലതാണ്. തിങ്കളാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് മനസ്സിന് കൂടുതൽ കരുത്ത് നൽകും. അത്തം നക്ഷത്രക്കാർ സന്തോഷത്തിന്റെ നാളുകൾ ആഘോഷിക്കുമ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ മാസം അല്പം കഠിനമായ ദോഷകാലമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ അമിതമായ കോപവും പെട്ടെന്നുള്ള എടുത്തുചാട്ടവും കാരണം വർഷങ്ങളായി കൂടെയുള്ള പല നല്ല ബന്ധങ്ങളും തകരാനിടയുണ്ട്. അതുകൊണ്ട് സംസാരത്തിൽ പരമാവധി നിയന്ത്രണം വേണം. യാത്രകളിലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. ഈ പ്രതികൂല സാഹചര്യങ്ങളെ ബുദ്ധിപൂർവം മറികടക്കാൻ സുബ്രഹ്മണ്യസ്വാമിയെ മനമുരുകി ഭജിക്കുക. ചൊവ്വാഴ്ചകളിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ഭുജംഗം ജപിക്കുന്നതും വിശക്കുന്ന പാവപ്പെട്ടവർക്ക് ആഹാരം നൽകുന്നതും ദോഷങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ ചോതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളുടെ വസന്തകാലമാണ്. പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ വലിയ ലാഭത്തിലേക്ക് വഴിമാറും. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും ഈ മാസം നീങ്ങിക്കിട്ടും. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം പകുതി വഴിയിൽ നിലച്ചുപോയവർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കും. ഈ നല്ല കാലത്തെ ഇരുകയും നീട്ടി വരവേൽക്കാൻ ഹനുമാൻ സ്വാമിക്ക് വടമാലയോ വെണ്ണയോ വഴിപാടായി നൽകുക. ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. അതേസമയം വിശാഖം നക്ഷത്രക്കാർക്ക് ഈ 31 ദിവസങ്ങൾ ചില കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. കാര്യങ്ങൾ അനുകൂലമാക്കാൻ സാധാരണയേക്കാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ജീവനതുല്യം വിശ്വസിച്ച സുഹൃത്തുക്കളിൽ നിന്ന് വിചാരിക്കാത്ത ചില തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ആരോഗ്യകാര്യത്തിലും ഈ മാസം പ്രത്യേക ശ്രദ്ധ വേണം. ഈ ദോഷകാലത്തെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഭാഗവത പാരായണം ചെയ്യുന്നത് കേൾക്കുന്നതും ദോഷങ്ങളെ അകറ്റി നിർത്തും. വിശാഖം നക്ഷത്രക്കാർ വെല്ലുവിളികളെ നേരിടുമ്പോൾ അനിഴം നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസം വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് സമ്മാനിക്കുന്നത്. ഏറെ നാളായി അലട്ടിയിരുന്ന ശനിദോഷത്തിന്റെ കാഠിന്യം കുറയുന്നതിനാൽ മനസ്സിന് വലിയൊരു ആശ്വാസം ലഭിക്കും. കടബാധ്യതകൾ ഒഴിഞ്ഞുമാറുകയും സാമ്പത്തിക സ്ഥിതി പടിപടിയായി മെച്ചപ്പെടുകയും ചെയ്യും. അനുയോജ്യമായ ജോലി അന്വേഷിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ തൊഴിൽ ലഭിക്കാൻ വലിയ സാധ്യതയുണ്ട്. ഈ നല്ല കാലത്തെ കാത്തുസൂക്ഷിക്കാൻ അയ്യപ്പസ്വാമിയുടെ നടയിൽ നീരാജനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശാസ്ത്ര അഷ്ടോത്തരം ജപിക്കുന്നതും ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം കൊണ്ടുവരും. എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാർ ഈ മാസം എല്ലാ കാര്യങ്ങളിലും അല്പം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടാനും അതുവഴി വലിയ അപവാദങ്ങൾ കേൾക്കാനും ഇടയുണ്ട്. അതുകൊണ്ട് സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾക്കോ മാറ്റങ്ങൾക്കോ ഈ മാസം മുതിരരുത്. വരാനിരിക്കുന്ന ദോഷങ്ങൾ മാറാൻ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്ന് തുളസിമാലയും വെണ്ണയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം തുടർച്ചയായി ജപിക്കുന്നത് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായ സംരക്ഷണം നൽകും. മറുവശത്ത് മൂലം നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയൊരു ഭാഗ്യകാലത്തിന്റെ തുടക്കമാണ്. ആത്മീയ കാര്യങ്ങളിൽ വലിയ താൽപ്പര്യവും ഈശ്വരവിശ്വാസവും വർദ്ധിക്കും. കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹവും സഹായവും വഴി വലിയ പ്രതിസന്ധികൾ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും. നിങ്ങളെ തകർക്കാൻ നോക്കുന്ന ശത്രുക്കളുടെ മേൽ വ്യക്തമായ വിജയം നേടാൻ കഴിയും. ഈ അനുകൂല സാഹചര്യം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ഗണപതി ഭഗവാന് കറുകമൂടൽ നടത്തുന്നതോ വിഘ്നേശ്വര പൂജ നടത്തുന്നതോ ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. മൂലം നക്ഷത്രക്കാർ വിജയങ്ങൾ സ്വന്തമാക്കുമ്പോൾ പൂരാട നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികമായി ചില വലിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. വിചാരിച്ച പോലെ കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കാത്തതിനാൽ മനസ്സിൽ വലിയ നിരാശ തോന്നാൻ സാധ്യതയുണ്ട്. ആരോടും പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ മാസം പരമാവധി ഒഴിവാക്കുക. ഈ ദോഷകാല പരിഹാരമായി പ്രപഞ്ചനാഥയായ മഹാലക്ഷ്മി ദേവിയെ മനമുരുകി പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ചകളിൽ പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിച്ചുവെച്ച് ദേവി മാഹാത്മ്യം വായിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങളെ പൂർണ്ണമായി മാറ്റാൻ സഹായിക്കും. എന്നാൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മാസം തങ്ങളുടെ കരിയറിൽ വലിയ പുരോഗതിയും മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് പുതിയ വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിവരും. പൊതുരംഗത്തോ രാഷ്ട്രീയത്തിലോ പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ ജനസമ്മതിയും അംഗീകാരവും കൂടും. ഈ ഭാഗ്യകാലം ഒട്ടും ചോർന്നുപോകാതെ നിലനിർത്താൻ പ്രപഞ്ചത്തിന്റെ വെളിച്ചമായ സൂര്യഭഗവാനെ കൃത്യമായി ആരാധിക്കുക. രാവിലെ ഉദയസൂര്യനെ നോക്കി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതും ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും ജീവിതത്തിൽ വലിയ വെളിച്ചം കൊണ്ടുവരും. അടുത്തതായി തിരുവോണം നക്ഷത്രക്കാരുടെ സമയമാണ്. ഇവർക്ക് ഈ മാസം സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു അന്തരീക്ഷം അനുഭവിക്കാൻ സാധിക്കും. കുടുംബത്തിൽ ഏറെ നാളായി കാത്തിരുന്ന പുതിയൊരു അതിഥിയുടെ വരവോ മംഗളകർമ്മങ്ങളോ നടക്കാൻ വലിയ സാധ്യതയുണ്ട്. ദീർഘകാലമായി അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾ കുറയും. ഈ നല്ല സമയത്തെ കൂടുതൽ ദൃഢമാക്കാൻ ചന്ദ്രദോഷ പരിഹാരമായി തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ചെന്ന് ക്ഷീരധാര നടത്തുന്നത് ഉത്തമമാണ്. തിങ്കളാഴ്ചകളിൽ വ്രതം നോൽക്കുന്നതും നല്ല ഫലങ്ങൾ നൽകും. തിരുവോണം നക്ഷത്രക്കാർ സമാധാനത്തിന്റെ നാളുകൾ ആസ്വദിക്കുമ്പോൾ അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മാസം ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. പ്രത്യേകിച്ച് രക്തസമ്മർദ്ദമോ അസ്ഥി സംബന്ധമായ വേദനകളോ ഉള്ളവർ ഈ 31 ദിവസങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ജോലിസ്ഥലത്തുണ്ടാകുന്ന അനാവശ്യ തർക്കങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. ഈ ദോഷാവസ്ഥയുടെ തീവ്രത ഇല്ലാതാക്കാൻ സുബ്രഹ്മണ്യസ്വാമിയെ അഭയം പ്രാപിക്കുക. ചൊവ്വാഴ്ചകളിൽ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാന് പഞ്ചാമൃതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ഒപ്പം സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ഭക്തിയോടെ ജപിക്കുന്നത് എല്ലാ വിപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായ സംരക്ഷണം നൽകും. എന്നാൽ ചതയം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അപ്രതീക്ഷിതമായ വലിയ ഭാഗ്യങ്ങളാണ്. വിദേശത്ത് ജോലിക്കായി ദീർഘകാലമായി ശ്രമിക്കുന്നവർക്ക് ഈ മാസം വളരെ നല്ല വാർത്തകൾ തേടിവരും. സ്വന്തമായി പുതിയൊരു വീടോ വലിയൊരു വസ്തുവോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ അവസരങ്ങൾ ഒത്തുവരും. ഈ നല്ല സമയം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുക. സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ആയില്യപൂജയിലോ സർപ്പബലിയിലോ പങ്കുചേരുന്നത് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങളെ ഇരട്ടിയാക്കും.
അടുത്തതായി പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ സമയമാണ്. ഇവർക്ക് ഈ മാസം വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനൊപ്പം തന്നെ അനാവശ്യ ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ വിലപ്പെട്ട സാധനങ്ങളും പണവും നഷ്ടപ്പെടാതെ പ്രത്യേകം സൂക്ഷിക്കണം. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ശീലമാക്കുക. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികളോ വസ്ത്രങ്ങളോ വാങ്ങി നൽകുന്നത് വലിയ പുണ്യമായി ഭവിക്കുകയും നിങ്ങളുടെ ദോഷങ്ങളെ അപ്പാടെ അകറ്റുകയും ചെയ്യും. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ചെലവുകൾ നിയന്ത്രിക്കാൻ പാടുപെടുമ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ ഗുണകരമായ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. തൊഴിൽ മേഖലയിൽ ദീർഘകാലമായി അനുഭവിച്ചിരുന്ന പ്രതിസന്ധികളും തടസ്സങ്ങളും പൂർണ്ണമായി ഒഴിഞ്ഞുമാറും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനവും അംഗീകാരവും വർദ്ധിക്കും. ഈ അനുകൂല സമയം പൂർണ്ണമായി അനുഭവത്തിൽ വരാൻ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ പോയി എള്ളുപായസം വഴിപാടായി കഴിച്ച് പ്രാർത്ഥിക്കുക. കൂടാതെ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും രാവിലെയോ വൈകിട്ടോ നാമങ്ങൾ ജപിക്കുന്നതും നല്ല ഫലങ്ങൾ ഇരട്ടിയാക്കാൻ സഹായിക്കും. എന്നാൽ 27 നക്ഷത്രങ്ങളിലെ അവസാന നക്ഷത്രമായ രേവതിക്കാർക്ക് ഈ 31 ദിവസങ്ങൾ അല്പം ദോഷകാലമാണ്. ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ വരാതിരിക്കാൻ പുതിയ നിക്ഷേപങ്ങൾ ഇറക്കുന്നതിന് മുൻപ് പരിചയസമ്പന്നരായ ആളുകളുടെ ഉപദേശം തേടാൻ മടിക്കരുത്. ഈ ദോഷങ്ങൾ മാറി മനസ്സിന് വ്യക്തത വരാൻ ബുധനാഴ്ചകളിൽ മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ഉത്തമമാണ്. വിഷ്ണുവിനെ ധ്യാനിച്ച് വീട്ടിലെ തുളസിത്തറയിൽ വെള്ളമൊഴിക്കുന്നതും വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നതും തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. 27 നക്ഷത്രക്കാരുടെയും ഈ മാസത്തെ പൊതുഫലങ്ങൾ വിലയിരുത്തുമ്പോൾ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഓരോരുത്തരിലും വ്യത്യസ്തമായ രീതിയിലാണ് പ്രതിഫലിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഭാഗ്യകാലമുള്ളവർ അഹങ്കരിക്കാതെ ആ സമയത്തെ നന്മയ്ക്കായി ഉപയോഗിക്കുകയും ദോഷകാലമുള്ളവർ നിരാശപ്പെടാതെ പ്രാർത്ഥനകളിലൂടെയും കൃത്യമായ കർമ്മങ്ങളിലൂടെയും മുന്നോട്ടു പോവുകയും വേണം. ഭക്തിയോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി ചെയ്യുന്ന പ്രതിവിധികൾ തീർച്ചയായും ജീവിതത്തിലെ കഠിനമായ തടസ്സങ്ങളെപ്പോലും ലഘൂകരിക്കാൻ സഹായിക്കും. നിങ്ങളുടെ നക്ഷത്രം ഏതാണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ.